بسم الله والحمد لله صلى الله وسلم على أشرف خلق الله محمد بن عبد الله عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه أما بعد. يقول الإمام ابن كثير رحمه الله: والمستحب الإكثار من الدعاء في جميع الأوقات. ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുസ്തഹബ്ബാണ്. ധാരാളമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ വസ്ഫിൽപ്പെട്ടതാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദുആ ചെയ്യാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്. ദുആ എന്നത് ഇബാദത്താണ്. മാത്രമല്ല മുഅ്മിനീങ്ങൾ ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അള്ളാന്റെ ശിക്ഷ പേടിച്ചുകൊണ്ടും അവന്റെ നിഅമത്ത് സ്വർഗം അത് പ്രതീക്ഷിച്ചുകൊണ്ടും ധാരാളമായി അള്ളാഹിനോട് ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ദുആ ഇല്ലെങ്കിൽ റബ്ബ് നമ്മളെ പരിഗണിക്കില്ല. അതുകൊണ്ട് ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. നിർബന്ധമായും നമ്മൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട് കുറെ ദുആകൾ. പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ദുആകൾ വേറെയും. ഇങ്ങനെ ദുആ ചെയ്യാന്നുള്ളത് മുസ്തഹബ്ബാണ്, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. വഫി ശഹരി റമദാൻ അക്സർ. റമദാൻ മാസത്തിൽ സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ. വഫിൽ അശ്റിൽ അഖീരി മിൻഹു. അതിൽ തന്നെയും അവസാനത്തെ 10 പിന്നെയും കൂടുതൽ. സുമ്മ ഫി ഔതാരിഹി അക്സർ. അതിൽ തന്നെ അവസാനത്തെ 10 തന്നെ അതിന്റെ ഒറ്റ രാവുകളിൽ. ഇന്ന് നമ്മൾ 23ാമത്തെ രാവിലാണ്, 23ാമത്തെ രാത്രിയിലാണ്. ആ ഔത്താറുകളിൽ അവസാനത്തെ 10ന്റെ ഒറ്റ രാവുകളിൽ പ്രത്യേകിച്ചു കൂടുതൽ. ഇതാണ് അതിന്റെ ക്രമം. സാധാരണ രീതിയിൽ ദുആ ചെയ്യുന്നത് മുസ്തഹബ്ബായ കാര്യമാണ്, ദുആ അധികരിപ്പിക്കുന്നത്. റമളാനിൽ അത് പ്രത്യേകിച്ചു. റമളാനിലെ അവസാനത്തെ 10 വീണ്ടും പ്രത്യേകിച്ചു. അതിൽ തന്നെ ഒറ്റയിട്ട രാവുകളിൽ വീണ്ടും ധാരാളമായി നമ്മൾ എന്ത് വേണം? ദുആ ചെയ്യണം. അതിൽ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പഠിച്ചതാണ്. ലൈലത്തുൽ ഖദർ ദുആയുടെ രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർ ദുആ അധികരിപ്പിക്കണം. ഏത് രാത്രിയാണ് അത് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ നമുക്ക് പരിചിതമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ. അല്ലാഹുവേ, തീർച്ചയായും നീ അഫുവ്വാണ്. അഫുവ് എന്നത് അല്ലാഹുവിന്റെ പേരാണ്. അതിൽ അഫുവ് എന്ന അള്ളാഹുവിന്റെ സിഫത്തുമുണ്ട്. കാര്യങ്ങളെല്ലാം
പുറത്തു കൊടുക്കുന്ന, ധാരാളമായി അവന്റെ പടപ്പുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന, പുറത്തു കൊടുക്കുന്ന റബ്ബ്. എത്രത്തോളം അവൻ അധികരിപ്പിച്ചാലും, എത്രത്തോളം അവന്റെ അടുക്കൽ നിന്ന് അകന്നു പോയാലും തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുന്ന റബ്ബ്. അഫുവാണ് റബ്ബ്. തുഹിബ്ബുൽ അഫ്വ. അഫ്വ് എന്ന സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്നവനാണ് നീ. അത് അവന് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. അവന്റെ അടിയാറുകൾക്ക് അവൻ ഇഷ്ടപ്പെട്ടതാണ്. അവന്റെ അടിയാറുകൾ തമ്മിൽ അഫ്വ് ചെയ്തു കൊടുക്കുന്നതും അവൻ ഇഷ്ടപ്പെടുന്നതാണ്. തുഹിബ്ബുൽ അഫ്വ. അതാണ് അല്ലാഹ്. അവൻ അഫ്വാണ്, അഫ്വിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി. എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ഫഅഫു. അതിനാൽ ഫഅഫു അന്നി, എന്നെ തൊട്ട് എനിക്ക് നീ അഫ്വ് നൽകണേ. എന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം, തെറ്റുകുറ്റങ്ങളെല്ലാം മായ്ച്ച് എനിക്ക് നീ പുറത്തു തരണം. എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. നമുക്ക് വേണ്ടതാ. നിസ്കരിച്ച നിസ്കാരങ്ങളും എടുത്ത നോമ്പും ചെയ്തു കൂട്ടിയ അമലുകളും എല്ലാം എന്തിനാണ്? റബ്ബി ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ദുആ ഇതാണ്. ഖിയാമത്ത് നാളിൽ, യൗമുദ്ദീനിൽ, പ്രതിഫലം നൽകുന്ന ദിവസം എന്റെ പാപങ്ങൾ എനിക്കുണ്ടാകരുത്. അതെല്ലാം നീ പുറത്തു തന്ന് പകരം എന്റെ നന്മകൾ സ്വീകരിച്ച് അതിനാണ് എനിക്ക് പ്രതിഫലം കിട്ടേണ്ടത്. അതുകൊണ്ട് ദുആ ധാരാളമായി വർദ്ധിപ്പിക്കുക. നിസ്കാരത്തിൽ, സുജൂദുകളിലും തശഹുദിലും അതുപോലെ തന്നെ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെയും ഈ രാത്രികൾ മുഴുവനും ദുആകൾ ചെയ്യാനുള്ളതാണ്. എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവോട് ചോദിക്കണം. അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും. അതിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ജവാമിഉൽ കലിമ കൊണ്ടാണ്. കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുന്ന ജവാമിഅ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളിൽ ഇഷ്ടപ്പെട്ടിരുന്നതും സ്വഹാബത്തിനും തന്റെ കുടുംബത്തിനുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നതും. എണ്ണിപ്പറക്കുക എന്നുള്ളതല്ല, കുറഞ്ഞ വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പെട്ടു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന, നബി ചെയ്തിട്ടുള്ള ദുആകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അല്ലാഹുക്ക് ഇഷ്ടം ദുആകളുടെ കൂട്ടത്തിൽ ജവാമിഉകളാണ്. ജവാമിഉകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആകളിലാണ്. ഇനി ഒരാൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സമയമെടുത്താൽ, എത്തിപ്പെടണം. ജീവിതകാലം മുഴുവനും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു ബാലികേറാമല എന്ന് പറഞ്ഞതാകരുത്. ജീവിതത്തിൽ ആവശ്യമായ ദുആകൾ, അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളെങ്കിലും പഠിച്ചിരിക്കുക എന്നുള്ളത് ഒരു സമയം, ഇപ്പൊ കഴിഞ്ഞില്ലെങ്കിലും ഒരു സമയം ആകുമ്പോ അത് ഉണ്ടാകണം കുറേശെങ്കിലും. അല്ലാതെ എന്നും ഒരു ചോദ്യവും കൊണ്ട് നടക്കുകയാണ്. നമുക്ക് നമ്മളെ ഭാഷയിൽ ദുആ ചെയ്തുകൂടി? ഏത് ഭാഷയിലും ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ല ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്ന ദുആയാണ്. അത് ജവാമിഉകളാണ്. അത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആ ദുആകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ദുആകൾ, അതിന്റെ മആനികൾ മനസ്സിലാക്കി. മആനികൾ എന്ന് പറഞ്ഞാൽ പരിഭാഷ മനസ്സിലാക്കലല്ല, അതിലുള്ളിലുള്ള ആശയങ്ങൾ ഡെപ്തിൽ, ആഴത്തിൽ
എന്താണ്, എന്തൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നത് ശരിക്ക് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇപ്പൊ എന്താ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, എന്തായാലും മലയാളം പറയാൻ എനിക്കറിയില്ല, നീ മാപ്പ് തരുന്നവനാണെന്നോ, അങ്ങനെ മലയാളത്തിൽ എഴുതാൻ എനിക്കറിയില്ല. പിന്നെ മാപ്പ് നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കണേ, ഇത്ര ഉണ്ടാവുള്ളൂ. അത് നേരെ മറിച്ച് നമ്മൾ ഒരിക്കലും അത് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ. അഫുവ് എന്നത് എന്തിൽ നിന്ന് വന്നു, എന്താണ് ഭാഷയിൽ അതിന്റെ അർത്ഥം? അതിനേക്കാൾ ഉപരി അഫുവുൻ എന്നത് അള്ളാന്റെ പേരാണ്. അള്ളാന്റെ പേര് മുൻനിർത്തിയുള്ള തവസ്സുലാണ്. അള്ളാന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നത് തവസ്സുലാണ്. തുഹിബ്ബുൽ അഫ്വ എന്നുള്ളത് അള്ളാന്റെ സിഫത്താണ്. അള്ളാന്റെ സിഫത്ത് മുൻനിർത്തിയുള്ള തവസ്സുലാണ്. അപ്പൊ അള്ളാന്റെ ഒരു ഇസ്മും അള്ളാന്റെ ഒരു സിഫത്തും കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഫഅഫു അന്നി, ഫഅഫു അന്നി. അഫ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം മായ്ച്ചു എന്നാണ്. ഫതൂദിഹു ഫൽമിഖറാത്തു ഫൽയഅഫ റസ്മുഹ ബിമാ നസജത് മിൻ ജുനൂബിൻ വശംഅലി എന്ന് മുഅല്ലഖയിൽ വന്നതുപോലെ ആ ജുനൂബെന്നും ശമാലെന്നും തെക്കുന്നും വടക്കുന്നും വരുന്ന കാറ്റുകൾ, മണലാരണ്യത്തിലൂടെ വരുന്ന കാറ്റുകൾ മണലുകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളെ മായ്ച്ചു കളയും. അങ്ങനെ വഴികൾ, അതിൽ പതിഞ്ഞിരിക്കുന്ന കാലടികൾ കാറ്റ് വരുമ്പോൾ മണലുകൊണ്ട് മൂടി മാഞ്ഞ് അത് ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് തന്നെ ആയി മാറും. ആ വസ്ഫാണ് അഫ എന്ന വാക്ക്. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അതൊക്കെ അല്ലാഹ് മായ്ച്ചിട്ട് നല്ല ശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിച്ചെത്തിക്കാൻ അതിനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. ആദ്യത്തേത് അഫുവുൻ, അഫുവുൻ എന്ന ഐന് ഫാ വാവ് വാവ്. രണ്ടാമത്തേത് തുഹിബ്ബുൽ അഫ്വ, അഫ്വ. അവിടെ ഫാക്ക് സുക്കൂനാണ്. ആദ്യത്തേതിനോ അഫുവുൻ എന്നത് ഐനിന് ഫത്ഹ, ഫാക്ക് ദമ്മ, പിന്നെ വാവിന് ശദ്ദ, അതിട്ടിട്ടാണ് അഫുവുൻ. അത് അല്ലാഹുവിന്റെ പേരാണ്. തുഹിബ്ബുൽ അഫ്വ, ഐന് ഫാക്ക് സുക്കൂൻ, പിന്നെ വാവിന് ഫത്ഹ, അഫ്വ. അഫവ് എന്ന് പറയുന്നത് ആ വിട്ടുവീഴ്ച, മാപ്പാക്കൽ എന്ന് പറയുന്നത് അത് സിഫത്താണ്. ഫഅഫു അത് അമ്രാണ്. ഫഅഫു, നീ എനിക്ക് അഫവ് തരണം, എന്നോട് അഫവ് ചെയ്യണം. അഫ അൻ എന്ന പറ, അതുകൊണ്ട് അഫു അന്നി, ഫഅഫു അന്നി എന്ന് പറഞ്ഞു. ഇത് നേരെ മറിച്ച് നമുക്കിതൊക്കെ ഒരു ഒച്ചയാണ്. സാധാരണ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻ. ഏതാണ് അഫവ്, ഏതാ അഫവ് ഒന്നും ഉണ്ടാവില്ല, വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. മറ്റേ ഈ തസ്ബീത്ത് എല്ലാം വേണ്ടി നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടില്ല ചിലപ്പോ, അൽ ഹിൽ ഹുൽ എന്തോ ഒരൊച്ച എന്ന കൂട്ടത്തിൽ എല്ലാരും ഒച്ചെടുക്കുമ്പോ കൂട്ടത്തിൽ കൂടി ഒരു ഒച്ചെടുക്കും. അങ്ങനെ എല്ലാ ദുആകളും പഠിക്കേണ്ടത്. ദുആകൾ അതിലുള്ള വാക്കുകൾ എന്താണെന്ന് വേർതിരിച്ച് പഠിച്ചിട്ട് ചെയ്യണം. നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും ഒരേ താളക്രമത്തിൽ ഒത്തുവരുന്ന ദുആയാണ് അല്ലാഹ് സ്വീകരിക്കുക. വാക്കുകളും അതിന്റെ മആനികളും ഹൃദയത്തിൽ തട്ടി ഒന്നിച്ചു വരണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ മാ വാത്ത ലിസാനുൽ ഖൽബ, നാവ് ഹൃദയവുമായി ഒരേ താളത്തിലെത്തണം. അതാണ് ദുആ. അതാണ് അല്ലാഹ് സ്വീകരിക്കുക, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ എപ്പോഴും, റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും, റമളാനിലെ അവസാനത്തെ 10 പ്രത്യേകിച്ചും, അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ വീണ്ടും പ്രത്യേകിച്ചും. ഇനി കുറച്ചേ ഉള്ളൂ റമളാനിൽ നിന്ന്. എത്ര നമുക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയില്ല.
ആ കുറച്ചിൽ നിന്ന് തന്നെ എന്തേ നമുക്കുള്ളൂ എന്നുള്ളത് നമുക്കറിയില്ല. അമലുകൾ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ അവസാനിച്ചു, ഞാൻ എന്തോ വലിയൊന്ന് പടുത്തുയർത്തി എന്നുള്ളതല്ല, നേരെ മറിച്ച് റബ്ബേ ഇതൊന്ന് സ്വീകരിച്ചു കിട്ടണമെന്നുള്ളതാകണം അവസാനത്തെ ദുആ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റമദാനിലെ അവസാനത്തെ 10 പരമാവധി വർക്കൊഴിച്ച് നല്ലതിന്, അതിനൊക്കെ തന്നെ പള്ളിയിൽ പരമാവധി എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അതൊക്കെ നല്ലത് തന്നെ. അന്ന് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സാധാരണ രീതിയിൽ ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേന് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നിൽക്കുമ്പോ നമുക്ക് കാലൊക്കെ വേദനിക്കും. അതേസമയത്ത് ഒരു കല്യാണത്തിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് രാത്രി 3-4 മണിക്കൂർ ഒന്നിച്ച് നമ്മൾ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഉറക്കൊഴിച്ചിട്ടുണ്ടാവും രാവ് മുഴുവനും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സ് മുഴുവനും അതിലുള്ള സന്തോഷത്തിൽ മുഴുകിയിരിക്കുക. സന്തോഷത്തോടുകൂടി ഹബ്ബോട് കൂടിയിട്ട് അതിനോടുള്ള മഹബത്തോട് കൂടിയിട്ട് ഒരു സംഗതിയിൽ മുഴുകിയാൽ സമയം നമുക്ക് ഒരു ഭാരമായി മാറില്ല. നേരെ മറിച്ച് അതിനോട് എന്തോ ആ മഹബത്തിൽ വരുന്ന കുറവ് നമുക്ക് ഭാരം ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളോടുള്ള മഹബത്ത്, അതിലുള്ള ഈമാൻ നമുക്ക് ഊട്ടിയുറപ്പിച്ച് വർദ്ധിപ്പിച്ചു തരട്ടെ. ഈമാനിന്റെ കമാലിൽ നമ്മൾ എത്തിക്കട്ടെ. فنكتفي بهذا القدر ونسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة وأن يجعلنا من الهداة المهتدين وأن يعفو عنا خطايانا. اللهم إنك عفو تحب العفو فاعف عنا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.